നമസ്കാരം. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 2023 ഡിസംബർ മാസത്തിലെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ഓരോ ടോപ്പിക്കിലേക്കും കിടക്കാം. ഫിഡെ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് 2023. ഫിഡെ എന്നാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഫിഡെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെഡറേഷൻ ഇന്റർനാഷണലെ ഡസ് ഇഷേക്ക്, അതാണ് അതിൻ്റെ ഫുൾ ഫോം. ഫെഡറേഷൻ ഇന്റർനാഷണലെ ഡസ് ഇഷേക്ക്. അപ്പം ഫിഡെ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ചെസ് കോമ്പറ്റീഷനൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ഗവർണിംഗ് ബോഡിയാണ് ഫിഡെ എന്ന് പറയുന്നത്. നമ്മൾ BCCI പറഞ്ഞല്ലേ, BCCI എന്തായിരുന്നു? ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ. അപ്പം അതുപോലെ തന്നെ ഒരു ഗവർണിംഗ് ചെസ് കോമ്പറ്റീഷൻസിനെയൊക്കെ ഒരു നിയന്ത്രിക്കുന്ന മാനേജ് ചെയ്യുന്ന ഒരു ഗവർണിംഗ് ബോഡിയാണ് ഫിഡെ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൂസൈൻ, സ്വിറ്റ്സർലാൻഡ് ആണ്. പ്രസിഡന്റ് ആർക്കാഡി ദ്വോക്കോവിച്ച്. അപ്പം ഈ ഫിഡെ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയതാരാണ്? മാഗ്നസ് കാൾസൺ ആണ് 2023 ഫിഡെ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയത്. അപ്പം ഫിഡെ എന്താന്ന് നമ്മൾ പറഞ്ഞു, ഹെഡ് ക്വാർട്ടേഴ്സ്, പ്രസിഡന്റും ഒക്കെ എന്താന്ന് നമ്മൾ പറഞ്ഞു. അപ്പം അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് മാഗ്നസ് കാൾസനെ പറ്റി പഠിക്കാം. മാഗ്നസ് കാൾസൺ നിലവിലെ വേൾഡ് നമ്പർ 1 ചെസ് പ്ലെയർ ആണ് മാഗ്നസ് കാൾസൺ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേരിൽ 16 വേൾഡ് ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽസ് ഉണ്ട്. 16 എണ്ണം. അതായത് 5 റാപ്പിഡ് ടൈറ്റിൽസ്, 6 ബ്ലിറ്റ്സ് ടൈറ്റിൽസ് ആൻഡ് 5 ക്ലാസിക്കൽ ടൈറ്റിൽസ്. നമുക്ക് ഈ റാപ്പിഡ്, ബ്ലിറ്റ്സ്, ക്ലാസിക്കൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഡൗട്ട് തോന്നും അല്ലേ? ഇപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെസ്സിനെ ഡിവൈഡ് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. അത് എന്താ, ഈ ടൈം കൺട്രോളിന്റെ ബേസിസിലാണ് ഇവർ ഈ ചെസ്സിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് ബ്ലിറ്റ്സിൽ സമയം കുറച്ചേ കാണുകയുള്ളൂ പ്ലെയേഴ്സിന് അനുവദിക്കുന്നത്. എന്ന് വെച്ചാൽ സ്പീഡ് ചെസ് ആയിരിക്കും ബ്ലിറ്റ്സ് എന്ന് പറയുന്നത്. അല്ല, റാപ്പിഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സമയം കാണും. ക്ലാസിക്കൽ എന്ന് പറഞ്ഞാൽ നല്ലപോലെ സമയം കിട്ടും പ്ലെയേഴ്സിന്. അപ്പം അങ്ങനെയാണ് ഈ 3 ഡിവൈഡ് ചെയ്യുന്നത്. ക്ലാസിക്കൽ സ്ലോ ചെസ് ആണ്, അപ്പം ബ്ലിറ്റ്സ് സ്പീഡ് ചെസ്. അപ്പം അങ്ങനെയാണ് ഇത് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം അതിൽ 5 റാപ്പിഡ് ടൈറ്റിൽസ് ഉണ്ട്, 6 ബ്ലിറ്റ്സ് ടൈറ്റിൽസ് ഉണ്ട്, 5 ക്ലാസിക്കൽ ടൈറ്റിൽസ് ഉണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ ബ്ലിറ്റ്സ് ടൈറ്റിൽസിനാണ് അല്ലേ, അതായത് സ്പീഡ് ചെസ്സിലാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ചാമ്പ്യൻഷിപ്പ് കിട്ടിയിരിക്കുന്നത്. അപ്പം മുഴുവനും 16 വേൾഡ് ചാമ്പ്യൻഷിപ്പാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ളത്. അപ്പം 5 തവണ അടുപ്പിച്ച് അദ്ദേഹത്തിന് എന്താ റാപ്പിഡ് ചെസ് ക്രൗണ് കിട്ടിയിട്ടുണ്ട്. ചെസ് റാപ്പിഡ് എന്ന് പറയുമ്പോൾ കുറച്ചധികം സമയമുണ്ട്. ബ്ലിറ്റ്സിനെക്കാളും കുറച്ചുകൂടി സമയം കൂടുതലാണ് റാപ്പിഡിൽ. അപ്പം അതിൽ 5 തവണ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. 2013 തൊട്ട് 2021 വരെ അദ്ദേഹത്തിന് ഈ ടൈറ്റിൽസ് ഒരാൾ തന്നെയാണ് ഈ ടൈറ്റിൽസ് ഒക്കെ നേടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താ, വേൾഡ് നമ്പർ 1 ചെസ് പ്ലെയർ ആണ് മാഗ്നസ് കാൾസൺ. വേൾഡ് നമ്പർ 1 ചെസ് പ്ലെയറിനെ പറ്റി പറഞ്ഞു. അതാരാ? മാഗ്നസ് കാൾസൺ ആണെന്ന് പറഞ്ഞു. ഇന്ത്യയുടെ നമ്പർ 1 ചെസ് പ്ലെയർ ആരാ? നിലവിലെ ഇന്ത്യയുടെ നമ്പർ 1 ചെസ് പ്ലെയർ എന്ന് പറയുന്നത് രമേശ് ബാബു പ്രജ്ഞാനന്ദയാണ് ഇന്ത്യയിലെ നമ്പർ 1 ചെസ് പ്ലെയർ നിലവിൽ. വേൾഡ് ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്നത് മാഗ്നസ് കാൾസൺ ആണ്. അതുപോലെ ഇന്ത്യയുടെ 84ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്നത് ആർ വൈശാലിയാണ്. ആർ വൈശാലി പ്രജ്ഞാനന്ദയുടെ സിസ്റ്റർ ആണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗ്രാൻഡ് മാസ്റ്റർ സിബ്ലിംഗ് പെയർ ഉള്ളത്. അത് വൈശാലിയും പ്രജ്ഞാനന്ദയും. അപ്പൊ പ്രജ്ഞാനന്ദ 2018 ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയിരുന്നു. ഇനി ആർ വൈശാലിക്ക് മുൻപ് 2 ഫീമെയിൽസ് ആണ് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയിരുന്നത്. അത് കൊനേരു ഹംപി ആൻഡ് ഹരിക ദ്രോണവല്ലി. ഇവരായിരുന്നു ആദ്യത്തെ 2 ഫീമെയിൽസ് ചെസ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആയിരുന്ന 2 ഫീമെയിൽസ്. അതിനുശേഷമാണ് ആർ വൈശാലി വന്നത്. അപ്പം മുഴുവനും 84 ചെസ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഉണ്ട്. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് വന്നിരിക്കുന്നതും തമിഴ്നാട് നിന്നാണ്. മുഴുവനും 29ഓളം ഗ്രാൻഡ് മാസ്റ്റേഴ്സ് വന്നത് തമിഴ്നാട് നിന്നാണ്. ഇനി ആദ്യമായിട്ട് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ഇന്ത്യൻ പ്ലെയർ എന്ന് പറയുന്നത്, ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ഇന്ത്യൻ പ്ലെയർ എന്ന് പറയുന്നത് വിശ്വനാഥൻ ആനന്ദാണ്. നമ്മൾ വേൾഡ് ചെസ് ചാമ്പ്യനെ പറഞ്ഞു, അതുപോലെ തന്നെ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്ററിനെ പറഞ്ഞു. ഇനി അടുത്തത് ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റർ ആണ്. ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റർ 2023 പദവി നേടിയത് ഡി ഗുകേഷ് ആൻഡ് രണ്ടാമത് എത്തിയത് അർജുൻ എറിഗേസി. ഡി ഗുകേഷ് ആണ് ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റർ 2023. രണ്ടാമതെത്തിയത് അർജുൻ എറിഗേസി. ഏഷ്യൻ യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പ്
അതിൽ 2 ഫോർമാറ്റിൽ ചാമ്പ്യൻഷിപ്പ് നേടിയത് AS ഷർവാണികയാണ്. അണ്ടർ 8 ഗേൾസ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് കാറ്റഗറിയിൽ ഗോൾഡും നേടി, ക്ലാസിക്കൽ കാറ്റഗറിയിൽ സിൽവറും നേടി. അതായത് റാപ്പിഡ് ചെസ്സിലും ബ്ലിറ്റ്സ് ചെസ്സിലും ഗോൾഡ് നേടി, ക്ലാസിക്കൽ ചെസ്സിൽ സിൽവറും നേടി. നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ടൈം കൺട്രോളിൻ്റെ ബേസിലാണ് ഇത് മൂന്നും ഡിവൈഡ് ചെയ്യുന്നതെന്നുള്ള കാര്യം. അപ്പം അതുപോലെ 3 കാറ്റഗറിയിലും മെഡൽ നേടിയ ഒരൊറ്റ പ്ലെയറേ ഉള്ളൂ, അതാണ് AS ഷർവാണിക. ഏഷ്യൻ യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പ് നടന്നത് UAE-യിലുള്ള അലൈൻ കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ്. സ്പോർട്സ് ഗ്ലോബൽ ഗവർണിംഗ് ബോഡിയായ യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗിന്റെ റൈസിംഗ് സ്റ്റാർ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആൻറ്റി പങ്കലാണ്. അവരൊരു ഇന്ത്യൻ വുമൻസ് റെസ്ലറാണ്. 2 തവണ അണ്ടർ 20 ചാമ്പ്യൻ, വേൾഡ് അണ്ടർ 20 ചാമ്പ്യൻ ആയിരുന്നു. അതുപോലെ തന്നെ സീനിയർ വേൾഡ് ബ്രോൺസ് മെഡലിസ്റ്റും ആണ്. ആദ്യമായിട്ടാണ് അണ്ടർ 20 വേൾഡ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ വുമൺ റെസ്ലറിന് ഗോൾഡ് ലഭിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഗോൾഡ് ലഭിക്കുന്ന ഇന്ത്യൻ വുമൺ റെസ്ലറാണ് ഇന്ത്യയിലെ അണ്ടർ 20 വേൾഡ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ലഭിക്കുന്ന വുമൺ ആണ് ആര്? ആൻറ്റി പങ്കൽ. ഒളിമ്പിക് ടീം ഫ്രണ്ട്സിന്റെ അംബാസിഡർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മിൻഹോ ആൻഡ് ലീ ഡോങ് വോക്ക്. മിൻഹോ എന്ന് പറയുന്നത് ഒരു K-pop ആർട്ടിസ്റ്റ് ആണ്. ഷൈനി ബോയ് ബ്രാൻഡ് ഗ്രൂപ്പിലെ ഒരു ആർട്ടിസ്റ്റ് ആണ് മിൻഹോ എന്ന് പറയുന്നത്. ലീ ഡോങ് വുക്ക് ഒരു K-drama ആക്ടറാണ്. 4th വിന്റർ ഒളിമ്പിക് ഗെയിം നടന്നത് ഗാങ്വോൺ പ്രൊവിൻസ്, സൗത്ത് കൊറിയയിലെ ഗാങ്വോൺ പ്രൊവിൻസിൽ വെച്ചാണ്. വേൾഡ് അത്ലറ്റിക് അവാർഡ് 2023 ലഭിച്ചത് നോഹ ലൈലസിനും ഫെയ്ത്ത് കിപ്യോഗണിനുമാണ്. ബെസ്റ്റ് മെയിൽ ട്രാക്ക് അത്ലറ്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അമേരിക്കയിലെ നോഹ ലൈലസ് ആണ്. പിന്നെ ബെസ്റ്റ് ഫീമെയിൽ ട്രാക്ക് അത്ലറ്റ് ആയത് ഫെയ്ത്ത് കിപ്യോഗൺ ആണ്. കെനിയയുടെ ഫെയ്ത്ത് കിപ്യോഗൺ ആണ് ബെസ്റ്റ് ഫീമെയിൽ ട്രാക്ക് അത്ലറ്റ്. കേരള ഗവൺമെന്റ് എംപ്ലോയി ആയ ഷെയ്ഖ് ഹസൻ ഖാൻ മൗണ്ട് വിൻസൺ കീഴടക്കി. മൗണ്ട് വിൻസൺ എന്ന് പറയുന്നത് അന്റാർട്ടിക്കയിലെ ഏറ്റവും ഹയസ്റ്റ് മൗണ്ടൻ ആണ് മൗണ്ട് വിൻസൺ എന്ന് പറയുന്നത്. സീ ലെവലിൽ നിന്ന് 4892 മീറ്റർ ഉയരമുണ്ട്. ഇപ്പം അടിക്കണക്കാല് ഫീറ്റിന്റെ കണക്കിൽ പറയുകയാണെങ്കിൽ 16,050 ഫീറ്റ് ഉയരത്തിലാണ് മൗണ്ട് വിൻസൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൗണ്ട് വിൻസൺ മാത്രമല്ല, അല്ലാതെ 4 മൗണ്ടൻസും കൂടെ അദ്ദേഹം കീഴടക്കിയിട്ടുണ്ട്. ഒന്ന് മൗണ്ട് എവറസ്റ്റ്, ഏഷ്യയിലെ മൗണ്ട് എവറസ്റ്റ്, നോർത്ത് അമേരിക്കയിലെ മൗണ്ട് ഡൊണലി, ആഫ്രിക്കയിലെ മൗണ്ട് കിളിമാഞ്ചാരോ, യൂറോപ്പിലെ മൗണ്ട് എൽബ്രസ്. ഇങ്ങനെ 4 എണ്ണവും കൂടെ അദ്ദേഹം കീഴടക്കിയിട്ടുണ്ട്. പിക്ചർ കാണാം സ്ക്രീനിൽ. വിൻസൺ കീഴടക്കിയിട്ടുള്ള പിക്ചറാണത്. പിന്നെ ഗവർണറുമായിട്ട് നിൽക്കുന്ന പിക്ചർ. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് ഡൽഹി വെച്ച് സമാപിച്ചു. ഇപ്പൊ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് എന്ന് പറയുന്നത് ഇത് ഖേലോ ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ കീഴിൽ നടക്കുന്ന ഒരു ഗെയിംസ് ആണ്, അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ആണ്. ഇപ്പൊ ഖേലോ ഇന്ത്യ എന്ന് പറയുന്നത് അത് ലോഞ്ച് ചെയ്തത് നേരത്തെ സ്പോർട്സ് മിനിസ്റ്ററായ കേണൽ രാജ്യവർദ്ധൻ സിംഗ് റാത്തോർ ആണ്. 2018 ലോഞ്ച് ചെയ്തതാണ് ഈ ഖേലോ ഇന്ത്യ എന്ന് പറയുന്നത്. ഈ ഖേലോ ഇന്ത്യയുടെ എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ISPL പറ്റി സംസാരിച്ചായിരുന്നു അല്ലേ, ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ്. അവിടെ എന്തായിരുന്നു, ഈ ഓർഡിനറി ആൾക്കാരിൽ നിന്ന് അവർ ക്രിക്കറ്റിൽ ടാലൻ്റ് ഉള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് അവർക്കൊരു ടാലൻറ്റ് കാണിക്കാനായിട്ടൊരു വേദി ഒരുക്കി കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഖേലോ ഇന്ത്യയുടെ. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ എന്ന് വെച്ചാൽ സാധാരണക്കാരായ ജനങ്ങൾ, കുട്ടികളിൽ നിന്ന് തുടങ്ങി അവരുടെ ടാലൻസ് കണ്ടുപിടിച്ച് അത് വളർത്താനായിട്ട് അവർക്ക് ട്രെയിനിങ് നൽകി അവർക്കൊരു വേദി ഒരുക്കി കൊടുക്കുന്നു. അതാണ് ഈ ഖേലോ ഇന്ത്യയുടെ എയിം എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഒരുപാട് അവരുടെ കുറേ ടാർഗറ്റ് ഉണ്ട്. അതിലൊന്നാണ് ടാലൻറ്റ് സെർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഫിസിക്കൽ ഫിറ്റ്നസ് ഓഫ് സ്കൂൾ ചിൽഡ്രൻ, സ്പോർട്സ് ഫോർ വുമൻ, പ്രൊമോട്ടിംഗ് ഓഫ് സ്പോർട്സ് എമംഗ് people with disabilities, sports for peace and development, promotion of rural and tribal games. ഇതൊക്കെ അവരുടെ എയിമിൽ പെടുന്നതാണ്. അവരുടെ കുറച്ച് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇതുപോലെ ടാലൻറ്റ് സെർച്ച് ചെയ്യാനും അത് ഡെവലപ്പ് ചെയ്യാനും അങ്ങനെ സൊസൈറ്റിയിൽ പലവിധ ഭാഗങ്ങളിലും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് വുമൻസ് കാറ്റഗറി നോക്കുന്നുണ്ട്, കുട്ടികൾ, സ്കൂൾ ചിൽഡ്രൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിസേബിലിറ്റീസ് ഉള്ള ആൾക്കാരെയും ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അതാണ് ഈ ഖേലോ ഇന്ത്യയുടെ എയിം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ്. നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ഡിസേബിലിറ്റീസ് ഉള്ള ആൾക്കാരെയും
അവരിലും സ്പോർട്സിനോട് ടാലൻ്റ് ഉള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് അവർക്കും ഒരു വേദി, ആ ടാലൻ്റ് വളർത്തി വേദി ഒരുക്കി കൊടുക്കുന്നു നമ്മൾ പറഞ്ഞു. അത് അങ്ങനെ ഒരു സംഭവമാണ് ഈ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് എന്ന് പറയുന്നത്. അപ്പം അത് ആദ്യമായിട്ടാണ് നടക്കുന്നത്. അപ്പം അതിൽ ഈ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അവർ. അത് ഹരിയാനയാണ് ആദ്യമായിട്ട് അത് വിൻ ചെയ്തത്. ഡൽഹി വെച്ച് കൺക്ലൂഡ് ചെയ്തു. അപ്പം ഹരിയാനയ്ക്ക് ലഭിച്ചത് 105 മെഡൽസ് ആണ്. 40 ഗോൾഡ്, 39 സിൽവർ ആൻഡ് 26 ബ്രോൺസും കിട്ടി. സെക്കൻഡ് ലഭിച്ചത് ഉത്തർപ്രദേശിനാണ്. മുഴുവൻ 62 മെഡൽസ് കിട്ടി. 3 തമിഴ്നാട്, അതായത് 20 ഗോൾഡ് തമിഴ്നാടിനും കിട്ടി. അപ്പോൾ 3 ഫസ്റ്റ് കിട്ടിയത് ഹരിയാന, സെക്കൻഡ് ഉത്തർപ്രദേശ്, തേർഡ് തമിഴ്നാട്. അപ്പോൾ ഖേലോ ഇന്ത്യ എന്താന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് എന്താന്നും പറഞ്ഞു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.